ശ്രീ എം ജയചന്ദ്രൻ, ഇവരൊക്കെ ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ പുറത്തു വരുമ്പോൾ ഉയരുന്ന അത്തരത്തിൽ ചില സൂചനകളൊക്കെ ഉണ്ട്. ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ ഇത്തരത്തിലൊരു സംഗമം ദേവസ്വം ബോർഡാണ് നടത്തുന്നതെങ്കിൽ അക്കാര്യങ്ങൾ മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ വിനിയോഗത്തെക്കുറിച്ചുള്ള കണക്കുകൾ ഒന്നും ദേവസ്വം ബോർഡിന് മുന്നിൽ ഇല്ല, അതെവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വലിയ ചട്ടലംഘനം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിരിക്കുകയാണ്. ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞു, സർക്കാരിൽ നിന്ന് 1 രൂപ പോലും എടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു സംഗമം നടത്തരുത് എന്ന്. അത് ധിക്കരിച്ചുകൊണ്ട് ദേവസ്വത്തിന്റെ ഫണ്ടിൽ നിന്നും 2 കോടി രൂപ നൽകുന്ന 3 കോടി രൂപ നൽകുന്ന സാഹചര്യമുണ്ടായി. അത് തിരിച്ചടച്ചുവെന്ന് ദേവസ്വം മന്ത്രി തന്നെ നിയമസഭയിൽ തിരുവഞ്ചൂരിന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നു ജനുവരി 28-ന്. പക്ഷേ ഈ ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നത് അത്തരത്തിൽ തുക ദേവസ്വം ബോർഡിലേക്ക് ചെന്നിട്ടില്ല എന്ന്. ഈ 2 കോടി രൂപയൊക്കെ ഇനി എവിടെ ഉൾക്കൊള്ളിക്കും? അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നീലിമ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവ്യക്തതയുള്ളത് കറക്റ്റ് ചെയ്യാനായിട്ട് ഹൈക്കോടതി വഴി തന്നെ സാധിക്കൂ. കാരണം ഹൈക്കോടതിയിൽ വെച്ച റിപ്പോർട്ടാണല്ലോ നമ്മളുടെ ഇന്നത്തെയും ചർച്ചാ വിഷയം. അതുകൊണ്ട് തന്നെ അതിലെന്തെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ അത് സാധിക്കുക നമ്മുടെ ചർച്ചാ ഇടത്തിലല്ല, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഡിബേറ്റിലല്ല. അത് ആർക്കും സാധിക്കില്ല. പക്ഷേ ജയചന്ദ്രൻ, വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി എന്തിനാണ് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇങ്ങനെ ഇത്തരത്തിൽ പൈസ തിരികെ നൽകിയിട്ടുണ്ട്, 2 കോടി രൂപ തിരികെ നൽകിയിട്ടുണ്ട് എന്നെങ്ങനെയാണ് നിയമസഭയിൽ പറയുന്നത്? മന്ത്രി മാത്രമല്ലല്ലോ, ഇപ്പോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജയചന്ദ്രൻ എന്ന മനുഷ്യൻ ഇതേ കാര്യം ഡേറ്റ് സഹിതമാണല്ലോ ഞാൻ മുമ്പേ പറഞ്ഞത്. അപ്പൊ ഞാനും പൊതുസമൂഹത്തെ പരസ്യമായി തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് നീലിമ പിന്നീട് ആരോപിക്കുമല്ലോ. അല്ല, അങ്ങനെയല്ല ഞാൻ ആരോപിക്കുന്നത്. പക്ഷേ ഇത് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി തന്നെ ഈ വിഷയം തെറ്റിദ്ധരിപ്പിക്കുകയാണ്, കളവ് പറയുകയാണ്. ഇതൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? അല്ല, ഞാൻ പറഞ്ഞു, എനിക്കിതിനത് ന്യായീകരിക്കേണ്ട പ്രശ്നം യാതൊന്നുമില്ല. നീലിമയ്ക്ക് എന്നെ അറിയുമല്ലോ. അതല്ല വിഷയം, അതല്ല വിഷയം. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു കണ്ടിജൻസി ഫണ്ട് ഉണ്ട്, അതിൽ നിന്ന് എടുത്തിട്ട് തിരിച്ചങ്ങോട്ട് പണം തിരിച്ചടയ്ക്കണം. അതാണ് വ്യവസ്ഥ. ആ വ്യവസ്ഥ പ്രകാരം പണം അടയ്ക്കുകയും തിരിച്ച് നിക്ഷേപിക്കുകയും ചെയ്തതിന്റെ ഡേറ്റ് സഹിതം ഞാൻ പറഞ്ഞു. വേണമെങ്കിൽ ഇനിയും ആ ഡേറ്റ് പറയാം, അതൊന്നും പിന്നെ തെറ്റില്ല. പക്ഷേ ഈ തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടായിട്ടുണ്ട്. തെറ്റിദ്ധരിപ്പിച്ചത് എന്തിനാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്? ഇപ്പോ ശ്രീ VT ശ്രീവത്പനാഭൻ പറഞ്ഞു ഇനി ഒരു മുൻ പ്രസിഡന്റ് കൂടെ അകത്തേക്ക് പോകാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പം നീലിമയാണല്ലോ ചോദിച്ചത് പ്രശാന്ത് ആണോ എന്ന്. എനിക്ക് വിശ്വാസമില്ല കേട്ടോ, പ്രശാന്ത് അങ്ങനെ അകത്ത് പോകേണ്ട വിധത്തിൽ എന്തെങ്കിലും തെറ്റോ കുറ്റമോ ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. അത് വേറെ കാര്യം. ഇനി അങ്ങനെ പോകുന്നെങ്കിൽ നമുക്ക് അന്ന് ചർച്ച ചെയ്യാം, അത് മറ്റൊരു വിഷയവുമാണല്ലോ. അപ്പൊ ഇതാണല്ലോ വിഷയം. അപ്പൊ അതുകൊണ്ട് ഇതിലേക്ക് തന്നെ വരാം. ഈ 1452 ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളത് നീലിമ. അതില് നമ്പർ 1 റവന്യൂ കിട്ടുന്നത് ഈ വർഷം കിട്ടിയത് 430 കോടി രൂപയാണ് ശബരിമല. കഴിഞ്ഞ വർഷം 380 കോടി രൂപ. രണ്ടാമത് ഏറ്റവും ഉയർന്ന വരുമാനം, 2ാം സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് പറയുന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ്. കിട്ടിയത് 16 കോടി രൂപ 2ാം സ്ഥാനം. 1ാം സ്ഥാനത്തിന് 430 കോടി രൂപയും. അപ്പോ ദേവസ്വം ബോർഡിൽ ആകെ ഉള്ളത് 6200 ജീവനക്കാരാണ്. 4500ഓളം പെൻഷൻകാർ വരും. പിന്നെ അവരുടെ ഈ ഫാമിലി പെൻഷൻകാർ വേറെ ഉണ്ട്. അങ്ങനെയുള്ള വലിയൊരു സമൂഹം പിന്നെ ഇവിടെ നിരന്തരമായി കൃത്യമായും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ചെയ്തു പോരുന്ന പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അതിന്റെ വരുമാനമാണ് ശബരിമല ക്ഷേത്രവുമാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രമക്കേട് നടക്കുന്നു എന്ന് പ്രചരിപ്പിക്കാൻ സുഖവും സൗകര്യവും താല്പര്യവും ഉണ്ടാവണം. ഇതൊക്കെ ശരിയാണ്. അത്തരം കാര്യങ്ങളിൽ അങ്ങനെ ഒരു അഴിമതി ഉണ്ടാവരുത് എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെയാണ് 1992 ജൂൺ 11-ന് അന്നത്തെ ഹൈക്കോടതി ജസ്റ്റിസായിരുന്ന KS പരിപൂർണൻ ആദ്യമായ സ്പെഷ്യൽ കമ്മീഷണറെ ശബരിമലയിലേക്ക് നിയോഗിക്കുന്നത്. അന്ന് നിയോഗിച്ച ആളിന്റെ പേര് കൃഷ്ണൻ നായർന്നായിരുന്നു. അദ്ദേഹം ആലപ്പുഴ ജില്ലാ ജഡ്ജിയുമായിരുന്നു. അദ്ദേഹം ആദ്യത്തെ ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ. അത് മുതൽ ഇങ്ങോട്ട് ശബരിമലയിലെ ഓരോ കാര്യങ്ങളും ഹൈക്കോടതി നിരീക്ഷണത്തിലാണ്. പക്ഷെ സംഭവിച്ച ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ലാപ്സ് എന്ന് പറയാൻ കഴിയുന്നത് ഓവറോൾ സൂപ്പർവിഷനാണ്
ഈ സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയിരുന്നത്. ആ ഓവറോൾ സൂപ്പർവിഷനിൽ നിന്നും മാറി ഇവരുടെ അനുമതി ഇല്ലാതെ എവിടെ നിന്നും ചെയ്യരുത് എന്ന ഒരു ഉത്തരവ് തന്നെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ നിന്ന് വരുന്നത് 2023 ജൂൺ 30-നാണ്. ആ ജൂൺ 30 ഉത്തരവിൽ വ്യക്തമായും ഹൈക്കോടതി പറയുന്നുണ്ട്, ദേവസ്വം ബെഞ്ച് പറയുന്നത് എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പറയുന്നു എന്നുള്ളത് എന്ന് ചോദിച്ചാൽ പിന്നെ നിങ്ങൾ മുൻകൂട്ടി രേഖാമൂലം സ്പെഷ്യൽ കമ്മീഷണർ വിവരം അറിയിക്കണം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി എന്താണെന്നുള്ളത്. ആ വിവരം അപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ ഞങ്ങളെ അറിയിക്കും, അതെ, ദേവസ്വം ഡിവിഷൻ ബെഞ്ചിനെ. ഞങ്ങളത് പരിശോധിച്ചിട്ട് അനുമതി കൊടുക്കണമെന്ന് കൊടുക്കുകയും ആ അനുമതി സ്പെഷ്യൽ കമ്മീഷൻ നിങ്ങൾക്ക് തരികയും ചെയ്യും. എന്നിട്ട് അവിടെ എന്തെങ്കിലും ചെയ്യാവൂ. ഇതാണ് ജൂൺ 30 വന്ന നിർദ്ദേശം. പിന്നെ ഈ 2023 അതിനെ തുടർന്നാണ് കാര്യങ്ങൾ ഒരു കൃത്യതയിലേക്ക്, ഒരു അന്വേഷണത്തിന്റെ പരിധിയിലേക്കും പ്രകാറിലേക്കൊക്കെ വരാൻ തുടങ്ങുന്നത്. അതാണ് അത് ഡീറ്റെയിലായിട്ടുള്ള പറയാൻ സമയമില്ല, അതിലേക്ക് പോകുന്നില്ല, ചുരുക്കി പറയാനുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വെച്ചുന്ന ഒരു സംവിധാനമാണ് ശബരിമലയിൽ നിന്നത്. പിന്നെ ഹൈക്കോടതി അതിനകത്ത് കൃത്യമായ മേൽനോട്ട് നിർവഹണമൊക്കെ നടത്തുന്നുണ്ട്. ഇവിടെ സംഭവിച്ചത് ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ ഗുരുതരമായ കൃത്യവിലോപം ഈ കാര്യത്തിൽ, ഈ പിന്നെ ഹൈക്കോടതിയിൽ കൊടുത്ത കണക്കിന്റെ കാര്യത്തിൽ വിജയൻ അസോസിയേറ്റ്സിന്റെ അവരാണ് ഇവരുടെ ഇന്റേണൽ ഓഡിറ്റേഴ്സ് ദേവസ്വം ബോർഡിന്റെ. വിജയൻ അസോസിയേറ്റ്സ് കൊടുത്ത കണക്ക് യാതൊരു ക്രോസ് ചെക്കിങ്ങും ഇല്ലാതെ മദ്യപടി പാസാക്കി നൽകിയ ദേവസ്വം വകുപ്പിലെ ഉന്നതനായ ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ കൊടുത്ത കണക്ക് സ്വാഭാവികമായും സ്പെഷ്യൽ കമ്മീഷണർ കൊടുക്കുകയുള്ളൂ. അല്ല ആ കണക്ക് വെച്ചുകൊണ്ട് സ്പെഷ്യൽ കമ്മീഷണർ ഒരു പുനഃപരിശോധനയെ ക്രോസ് ചെക്കിങ് നടത്തേണ്ട ആവശ്യമില്ല, നിയമത്തിന്റെ വ്യവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ ആ കിട്ടിയ കണക്ക് അതുപടി ഹൈക്കോടതി ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ആദ്യമേ പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷേ സീരിയസ് ലാപ്സസ്, അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സസ് ഉണ്ടായത് ഈ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ ഭാഗത്താണ്. അതെന്താണെന്നുള്ളത് നമ്മളൊന്ന് ഫെബ്രുവരി അവസാനം കാണാൻ പോവുകയാണ്. ഹൈക്കോടതിയിൽ ആ സബ്മിഷൻ വരുമ്പോൾ ഈ കേസ് എടുക്കുമ്പോൾ ദേവസ്വം ബോർഡ് തന്നെ അത് തുറന്ന് പറയേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ ഈ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തൊക്കെ അങ്ങ് വീഴ്ച ആരോപിക്കുന്നുണ്ട്. പക്ഷെ ഇത് നോക്കൂ, ഇത് ഊരാളുങ്കലിനാണ് ഇതിന്റെ നടത്തിപ്പ് നൽകുന്നത്. അതിൽ പോലും അതിഭീമമായ തുകയാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഈ ടെൻഡർ ഇല്ലാതെ കരാർ നൽകുന്നു ഊരാളുങ്കലിന്. അപ്പോൾ ഈ ഊരാളുങ്കൽ എന്ന് പറയുന്ന ഈ കമ്പനിക്ക് ഈ പൊതുമരാമത്ത് പണികളായിക്കോട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, എന്ത് IT ആയിക്കോട്ടെ, എന്ത് നടത്തിപ്പിലും ഈ ഊരാളുങ്കലിനെ മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? അവിടെ ടെൻഡർ നടപടികൾ പോലും വേണ്ട എന്നാണ് ഊരാളുങ്കലിൻ്റെ കാര്യത്തിൽ വരുന്നത്. അതാണ് ഇതിൽ എന്തൊക്കെയോ കൃത്രിമങ്ങൾ കാണിക്കുന്നുണ്ട്. ഇത് കൊള്ളയ്ക്കുള്ള ഒരു അവസരമായി ആഗോള അയ്യപ്പ സംഗമത്തെ ദുരുപയോഗിച്ചു എന്നുള്ള ആക്ഷേപങ്ങൾ വരുന്നതൊക്കെ അവിടെയാണ്. ആക്ഷേപങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കണക്കുകളൊക്കെ പുറത്തു വരുന്നത്. ടെൻഡർ ഇല്ലാതെ ആർക്കെങ്കിലും ഒരു പണി ചെയ്യാൻ കഴിയുമോ നീലിമ? ഇതിൽ ടെൻഡർ കൊടുത്തിട്ടില്ല ശ്രീ ജയചന്ദ്രൻ സാർ. ടെൻഡർ കൊടുക്കാതെയാണ് കരാർ നൽകിയിരിക്കുന്നത്. അതാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നത്. അല്ല, ഞാനത് അക്നോളജ് ചെയ്യുന്നു, ഞാനത് അംഗീകരിക്കുന്നു, ഉൾക്കൊള്ളുന്നു. ഞാൻ പറഞ്ഞ ടെൻഡർ ഇല്ലാതെ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല. സാധാരണ നിലയിൽ ഇങ്ങനെ പാടില്ലാത്തതാണ്. പക്ഷേ ഊരാളുകളിൽ അത് സംഭവിക്കുന്നു എന്തുകൊണ്ട്? അതാണല്ലോ ചോദ്യം. ഇതിപ്പോ ചോദിക്കുന്നത് അതാണല്ലോ. ഒരു ചെറിയ കുറച്ച് പുറകോട്ടൊരു ചരിത്രം പറയണം. ചരിത്രം ഒരുപാടൊന്നുമില്ല, ഒരു 10 സെക്കൻഡ് ആഡ് ചെയ്താൽ മതി ഈ പറയുന്നതിന്റെ കൂട്ടത്തിൽ. 2005 ജൂലൈ മാസത്തിലാണ്, അന്ന് ഉമ്മൻചാണ്ടിയാണല്ലോ ഭരണം, അറിയാമല്ലോ, ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. ആ ജൂലൈ മാസത്തിലാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പിന്നെ ടെൻഡർ ഇല്ലാതെ കേരളത്തിലെ ഏത് വർക്കും പിടിക്കാനുള്ള അനുവാദം മന്ത്രിസഭാ യോഗം, ഇന്നത്തെ പിന്നെ മുതിർന്ന നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയും കൂടെയാണ്, ആ ക്യാബിനറ്റ് മീറ്റിംഗിലാണ് ഊരാളുങ്കലിന് ഈ അനുവാദം കൊടുക്കുന്നത്. ഇന്നും അത് അവിടെ കിടപ്പുണ്ട് ആ തീരുമാനം. അന്ന് മുതൽ ഊരാളുങ്കൽ ഒരുപാട് വർക്കുകൾ പിന്നെ ടെൻഡർ ഇല്ലാതെ ഏറ്റെടുക്കുന്നുണ്ട്. അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം, പക്ഷേ അങ്ങനെ എങ്കിൽ അങ്ങയുടെ വാദം ശരിവെക്കുമ്പോൾ തന്നെ ഉയരുന്ന ഒരു മറുചോദ്യം, പക്ഷേ കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കാൻ കഴിയുമോ ഊരാളുങ്കലിന്? അല്ല, ഞാനതാണ് പറയുന്നത്. ഇവിടെ ഈ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന ഈ കണക്കിൽ ഞാൻ ഊരാളുങ്കലിനെയും വിമർശിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. ഊരാളുങ്കലിന് ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം, ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഗവൺമെന്റ് തുടർച്ചയാണ്.
അത് വേറൊരു ഗവൺമെന്റ്, UDF ഗവൺമെന്റ്, LDF ഗവൺമെന്റ് എന്ന വ്യത്യാസം ഞാൻ കാണാറില്ല. യെസ്. അപ്പൊ ഒരു ഗവൺമെന്റ് ആണ് തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിച്ച് അവർക്ക് ഈ കരാറ് കിട്ടി. IIICയുടെ ഭാഗമായിട്ട് ആ കരാറ് കിട്ടി. കരാറ് കിട്ടിക്കഴിഞ്ഞ് ഇവര് സബ് കോൺട്രാക്ട് കൊടുക്കുമ്പോ, സബ് ലീസ് ചെയ്യുമ്പോ അതിന് ടെൻഡർ വേണ്ടേ? അതിന് ടെൻഡർ വേണ്ടെന്ന് അതിനും ടെൻഡർ ഉണ്ടായിട്ടില്ല. അതിനും ടെൻഡർ ഉണ്ടായിട്ടില്ല. ഇല്ല, അതിനും ടെൻഡർ ഉണ്ടായിട്ടില്ല. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അങ്ങ് യഥാർത്ഥത്തിൽ ഈ ഭരണതലത്തിൽ ഉണ്ടായ വീഴ്ച കൃത്യമായി അങ്ങ് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇപ്പോൾ.